നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനം. കേന്ദ്രത്തോട് സഹായം ചോദിക്കുമ്പോൾ കൃത്യമായ കണക്ക് വേണം. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിനെ കുറിച്ച് വ്യക്തത ചോദിച്ചു. ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്ന് കോടതി. നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാരിനെ തള്ളി കുടുംബം. ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിഞ്ഞത്. തുടർ നടപടിക്രമങ്ങളിലും ഗുരുതര വീഴ്ച. ഗൂഢാലോചന പോലീസ് അന്വേഷിച്ചില്ലെന്നും കുടുംബം. ADMന്റേത് തൂങ്ങി മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദിലീപിന്റെ സന്നിധാനത്തിലെ VIP ദർശനത്തിൽ വീണ്ടും ഹൈക്കോടതി വിമർശനം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ദേവസ്വം ബോർഡിന് മുന്നറിയിപ്പ്. ഹരിവരാസന സമയത്ത് മറ്റുള്ളവർക്ക് ദർശനം വേണ്ടേയെന്നും ചോദ്യം. ജീവനക്കാരോട് വിശദീകരണം തേടി ദേവസ്വം ബോർഡ്. ചരിത്ര നിമിഷം കാത്ത് ഭാരതസഭ. മാർ ജോർജ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണം വത്തിക്കാനിൽ. ചടങ്ങുകൾ 8:30 മുതൽ. സമഗ്ര കവറേജുമായി ന്യൂസ് 18. പാത്രിയാർക്കീസ് ബാവ കേരളത്തിൽ. ഇന്ത്യ മുന്നണിയിൽ ഭിന്നത. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറെന്ന മമതാ ബാനർജിയുടെ പ്രസ്താവനയോട് കോൺഗ്രസിന് മൗനം. മമതയെ പിന്തുണച്ച് സമാജ്വാദി പാർട്ടി. കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്ന് CPI. അഡ്ലേഡ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിംഗ്സിലും തകർന്ന ഇന്ത്യ. 128 റൺസിനിടെ 5 വിക്കറ്റുകൾ നഷ്ടം. ട്രാവിസ് ഹെഡിന്റെ സെഞ്ചുറി കരുത്തിൽ നിർണായക ലീഡ് നേടി ഓസീസ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 10ാം ഗെയിമിലും സമനില. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. സർക്കാരിനെ കടന്നാക്രമിച്ച് കോടതി. വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി. ഫണ്ട് ഓഡിറ്റിംഗിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച ഹൈക്കോടതി ആരെയാണ് വിഡ്ഢികളാക്കാൻ നോക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചു. കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൃത്യമായ കണക്ക് വേണം. 677 കോടി രൂപ SDRF ഫണ്ടിൽ ഉണ്ടോ എന്ന് സംസ്ഥാനത്തിന് ഉറപ്പില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എത്ര തുക ചിലവഴിക്കാൻ കഴിയും? പുനരധിവാസത്തിന് കേന്ദ്രം എത്ര പണം നൽകിയിട്ടുണ്ട്? ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് വിശദമായി അറിയിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ദുരന്ത നിവാരണ വകുപ്പിന്റെ ഓഡിറ്റ് ഓഫീസർ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായി. പക്ഷേ കൃത്യമായ കണക്കുകൾ ഹാജരാക്കാൻ കഴിയാത്തതാണ് കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയത്. SDRFിൽ നീക്കിയിരിപ്പുള്ള 677 കോടി രൂപയുടെ കാര്യത്തിൽ വ്യക്തതയില്ല. തുക പാസ്ബുക്കിലുണ്ടാകും. ബാങ്ക് അക്കൗണ്ടിലുണ്ടോ എന്ന് സർക്കാരിന് അറിയില്ല എന്ന് ഹൈക്കോടതി ചോദിച്ചു. അടിയന്തര ആവശ്യത്തിന് ഇതിൽ എത്ര രൂപ ചെലവഴിക്കാനാകുമെന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിനും മറുപടി അവ്യക്തം. ഫണ്ടിൽ വ്യക്തത വരുത്താൻ 2 ദിവസം സാവകാശം വേണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചു. പുനരധിവാസത്തിന് 677 കോടി രൂപ മതിയായതല്ലെന്ന് ബോധ്യമുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. SDRF ഫണ്ടിൽ വ്യക്തത വരുത്താൻ വ്യാഴാഴ്ച വരെ സാവകാശം അനുവദിച്ചു. വയനാടിനു വേണ്ടി സംസ്ഥാന സർക്കാർ എത്ര തുക ചെലവഴിച്ചു എന്നതും കൃത്യമല്ലെന്ന് പറഞ്ഞ കോടതി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുമെന്നും സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. വയനാട് പുനരധിവാസ പാക്കേജ് അട്ടിമറിച്ചത് സർക്കാരെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ദുരന്ത നിവാരണ അതോറിറ്റി സമ്പൂർണ്ണ പരാജയം. കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കാൻ കൃത്യമായി സർക്കാർ റിപ്പോർട്ട് നൽകണം. റിപ്പോർട്ട് നൽകാൻ വൈകിയത് എന്തുകൊണ്ടെന്നും സുരേന്ദ്രൻ ചോദിച്ചു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം തള്ളി കുടുംബം. ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിഞ്ഞതെന്ന് വ്യക്തമാക്കിയ കുടുംബം ഗൂഢാലോചന പോലീസ് അന്വേഷിച്ചില്ലെന്നും ആവർത്തിച്ചു. അതിനിടെ നവീൻ ബാബു തൂങ്ങി മരിച്ചതാണെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തുവന്നു. ബന്ധുക്കളുടെ സാന്നിധ്യത്തിലല്ല ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത്. പോലീസ് സംഭവസ്ഥലത്തെത്താൻ വൈകി. മൊഴി രേഖപ്പെടുത്തുന്നതിൽ കാലതാമസമുണ്ടായി തുടങ്ങി. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ മുന്നോട്ട് വെച്ച വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കൊണ്ടായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലം. ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. ഇൻക്വസ്റ്റ് കഴിഞ്ഞാണ് മരണവിവരം അറിയിച്ചത്. പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും നടപടികൾ പൂർത്തീകരിച്ചത് പരിയാരത്താണ്. ആന്തരികാവയവങ്ങളും സാമ്പിളുകളും രാസപരിശോധനയ്ക്ക് അയക്കാറുണ്ടെങ്കിലും അതുണ്ടായില്ല. ഗൂഢാലോചന പോലീസ് അന്വേഷിച്ചില്ലെന്നും കുടുംബം ആരോപിച്ചു. മരണവിവരമറിഞ്ഞ് 4 മണിക്കൂറിനകം ഇൻക്വസ്റ്റ് പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ഉത്തരവെന്നും എന്നാൽ
ബന്ധുക്കൾ പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലെത്തിയത് 15 മണിക്കൂറിന് ശേഷമെന്നുമായിരുന്നു സത്യവാങ്മൂലത്തിലെ പരാമർശം. കൊലപാതകമെന്ന് സംശയിക്കാനുള്ള തെളിവുകളോ സാഹചര്യമോ ഇല്ലെന്നും സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. മൃതശരീരത്തിൽ മറ്റു മുറിവുകൾ കണ്ടെത്താനായില്ല. കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് ഫോറൻസിക് വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. അതിനിടെ നവീൻ ബാബുവിൻ്റേത് തൂങ്ങിമരണമെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഉള്ളടക്കവും പുറത്തുവന്നു. എന്നാൽ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയില്ല. പത്തനംതിട്ട, കൊച്ചി ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ശബരിമലയിൽ നടൻ ദിലീപിന് VIP പരിഗണന നൽകിയതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന് ഹൈക്കോടതി. ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകാനും കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിനിടെ ദിലീപിന്റെ VIP ദർശനത്തിൽ ജീവനക്കാരോട് വിശദീകരണം തേടി ദേവസ്വം ബോർഡ്. നടൻ ദിലീപിന് ശബരിമല ദർശനത്തിന് പ്രത്യേക സൗകര്യമൊരുക്കിയതിൽ ഹൈക്കോടതി വിമർശനം തുടരുകയാണ്. മറ്റുള്ളവർക്ക് ദർശനം വേണ്ടേ എന്ന് ചോദിച്ച കോടതി, ഹരിവരാസനം സമയത്ത് പരമാവധി ഭക്തർക്ക് ദർശനം നൽകാനാണ് ശ്രമിക്കേണ്ടതെന്നും വ്യക്തമാക്കി. കുട്ടികൾക്കും സ്ത്രീകൾക്കും ദർശനത്തിന് മതിയായ സൗകര്യം ലഭിക്കണം. ദിലീപിന് VIP പരിഗണന നൽകിയതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണെന്നും ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രനും ജസ്റ്റിസ് S. മുരളീകൃഷ്ണയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ദിലീപ് അടക്കമുള്ളവർ ഏറെ നേരം സോപാനത്തു നിന്ന് മറ്റുള്ളവർക്ക് തടസ്സമുണ്ടാക്കിയതിൽ വിശദീകരണം നൽകാനും കോടതി നിർദ്ദേശിച്ചു. സോപാനം സ്പെഷ്യൽ ഓഫീസർ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. കോടതി ആവശ്യപ്പെട്ടത് പ്രകാരം സന്നിധാനത്തെ CCTV ദൃശ്യങ്ങൾ ദേവസ്വം ബോർഡ് ഹൈക്കോടതിക്ക് കൈമാറി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകണമെന്നും ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ വേണ്ടെന്ന ദേവസ്വം ഭരണസമിതി തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ഹൈക്കോടതി. ഉദയാസ്തമന പൂജ നിത്യപൂജയുടെ ഭാഗമല്ലെന്നും വഴിപാട് മാത്രമാണെന്നും ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ തന്ത്രിയുടെ തീരുമാനമാണ് അന്തിമം. കൂടുതൽ പേർക്ക് ദർശന സൗകര്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഉദയാസ്തമന പൂജ വേണ്ടെന്ന ഭരണസമിതി തീരുമാനം കൈക്കൊണ്ടതെന്ന് മാനേജിംഗ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. കമ്മിറ്റി തീരുമാനം ഹർജിക്കാർ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂഴ്ത്തിയ പേജുകൾ പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം. ഒളിപ്പിച്ചുവെച്ച വിവരങ്ങൾ പുറത്തുവിടണമെന്ന അപ്പീലിൽ വിവരാവകാശ കമ്മീഷൻ തീരുമാനം പിന്നീടത്തേക്ക് മാറ്റി. ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ടെന്നും അത് പരിഗണിച്ച ശേഷം പുറത്തുവിടാമെന്നുമാണ് പുതിയ നിലപാട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടപ്പോൾ 5 പേജുകളും 11 ഖണ്ഡികകളും ആസൂത്രിതമായി ഒഴിവാക്കിയെന്ന മാധ്യമപ്രവർത്തകരുടെ അപ്പീലാണ് കമ്മീഷന്റെ പരിഗണനയിലുള്ളത്. ഇതിൽ രാവിലെ 11-ന് ഉത്തരവിറക്കുമെന്നായിരുന്നു അറിയിപ്പ്. അതനുസരിച്ച് അപ്പീൽ നൽകിയവരും മാധ്യമങ്ങളും വിവരാവകാശ കമ്മീഷൻ ഓഫീസിലെത്തി. 11:15 ഇന്ന് ഉത്തരവുണ്ടാകില്ലെന്ന് അറിയിപ്പുണ്ടായി. ആരാണ് പരാതിക്കാരെന്നോ എന്താണ് പരാതിയെന്നോ വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നില്ല. വിവരാവകാശ കമ്മീഷനോ ഹൈക്കോടതിയോ പറയുന്ന ഏത് വിവരവും പുറത്തുവിടാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചിരുന്നു. ഏതെങ്കിലും ഭാഗം പുറത്തുവിടുന്നതിന് ഗവൺമെന്റ് തടസ്സമില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പിലിരിക്കുന്ന കാര്യമാണ്. ഹൈക്കോടതി പറയുകയാണ്, അത് ഹൈക്കോടതി തന്നെ പുറത്തുവിട്ടോട്ട്. അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. കാരണം ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് സർക്കാർ പാലിക്കപ്പെടുന്നത്. വിവരാവകാശ കമ്മീഷന് ഉള്ള അധികാരം അവകാശം എന്താണോ അതനുസരിച്ച് അപ്പീലിന്മേൽ അവർ തീരുമാനം പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. ഞങ്ങളെന്തിനാ മറച്ചു വെക്കുന്നത്? റിപ്പോർട്ടിലെ 97 മുതൽ 107 വരെയുള്ള ഖണ്ഡികകളും 49 മുതൽ 53 വരെയുള്ള പേജുകളും ഒഴിവാക്കിയെന്ന പ്രചരണത്തിനിടയാക്കിയത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്നായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ നിലപാട്. അക്കാര്യത്തിൽ ഖേദപ്രകടനത്തിന് തയ്യാറായെന്നും സാംസ്കാരിക വകുപ്പ് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചിരുന്നു. അത് തള്ളിക്കൊണ്ടാണ് കമ്മീഷൻ വീണ്ടും റിപ്പോർട്ട് വിളിച്ചുവരുത്തി പരിശോധിച്ചത്. ഒഴിവാക്കിയ 101 ഖണ്ഡിക പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീമിന് ഉത്തരവിടുമെന്നായിരുന്നു സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. നിരക്ക് വർധനവിന് പിന്നിൽ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. നിരക്ക് വർധന പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്നും പ്രതിപക്ഷത്തിന്റെ മുന്നറിയിപ്പ്. കരാറുകൾ റദ്ദാക്കിയത് KSEB അല്ല, റെഗുലേറ്ററി കമ്മീഷനാണെന്നായിരുന്നു മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ മറുപടി. വൈദ്യുതി നിരക്ക് വർധനവിന് പിന്നിൽ അഴിമതിയെന്നു പറഞ്ഞാണ് പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നത്. വൈദ്യുതി വകുപ്പിൽ കൊണ്ടുവന്ന പദ്ധതികൾ അഴിമതിയിൽ മുങ്ങി. പുതിയ കരാർ പ്രകാരം 4 ഇരട്ടി നൽകിയാണ് 1 യൂണിറ്റ് വൈദ്യുതി വാങ്ങുന്നതെന്ന് VD സതീശൻ. സർക്കാർ ജനങ്ങളെ വീണ്ടും ഷോക്കടിപ്പിച്ചിരിക്കുകയാണ്.
വൈദ്യുതി ബോർഡിലെ അനാസ്ഥയ്ക്കും അഴിമതിക്കും വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ഗുണഭോക്താക്കളാണ്. ഈ സർക്കാർ 5 പ്രാവശ്യമാണ് വില കൂട്ടിയത്. 4 രൂപ 29 പൈസയ്ക്ക് 1 യൂണിറ്റ് വൈദ്യുതി മേടിക്കാനുള്ള കരാർ റദ്ദാക്കിയിട്ട് 12 രൂപ എന്ന 3 ഇരട്ടിക്ക് വരെ ഇവർ വൈദ്യുതി ചാർജ് വാങ്ങിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചിരുന്ന വൈദ്യുതി കരാർ റദ്ദാക്കി കൂടിയ വിലയ്ക്ക് വാങ്ങുകയാണ്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ് വ്യക്തമാകുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. അദാനിക്ക് കടന്നുവരാൻ സർക്കാർ അവസരമൊരുക്കിയെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ പവർ പർച്ചേസ് ചിത്രത്തിൽ അദാനിയെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടിയാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. UDF ഗവൺമെന്റ് കാലത്ത് വില കുറഞ്ഞ വിലയ്ക്കുള്ള കരാറുകൾ റദ്ദാക്കി എങ്കിൽ മാത്രമേ അദാനിക്ക് ചിത്രത്തിലേക്ക് കടന്നു വരാൻ കഴിയൂ. വൈദ്യുതി നിരക്ക് വർധന കൊള്ളയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നോക്കൂ, നിങ്ങൾക്കറിയാം കേരളത്തിലെ വൻ കുത്തകകൾ വ്യവസായികൾ 100 കണക്കിന് കോടി രൂപയാണ് വൈദ്യുതി ബോർഡിന് കുടിശ്ശികയായിട്ടുള്ളത്. 1 രൂപ അവരെ കയ്യിൽ നിന്ന് പിരിക്കാനില്ല. പാവപ്പെട്ട ഗാർഹിക ഉപഭോക്താക്കളെ മാത്രമാണ്, ചെറുകിട കച്ചവടക്കാരെയും ഗാർഹിക ഉപഭോക്താക്കളെയും മാത്രമാണ് ഈ സർക്കാർ പിഴിയുന്നത്. അദാനിയോട് പ്രത്യേക താൽപര്യമില്ലെന്നും കരാറുകൾ റദ്ദാക്കിയത് KSEB അല്ല റെഗുലേറ്ററി കമ്മീഷനാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മറുപടി. KSEB ഒരു കമ്പനിയാക്കിയ ശേഷം സർക്കാരിന് ഇടപെടുന്നതിലൊക്കെ പരിമിതിയുണ്ട്. വരപ്പോൾ നയപരമായ തീരുമാനം എന്തെങ്കിലും എടുക്കുന്നതിൽ സർക്കാർ ഇടപെടും. ബാക്കിയുള്ളതെല്ലാം അവർക്ക് തന്നെ സ്വന്തമായി ചെയ്യാനാണ് കമ്പനി രൂപീകരിച്ചത്. അതാണ് അതിൽ വസ്തുത. അപ്പോൾ ഇതിനെക്കുറിച്ച് അസംബ്ലിയിൽ ഒരു ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ വ്യക്തമായ മറുപടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ദീർഘകാല കരാറുകളൊന്നും അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ റദ്ദാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ 2014-15 കാലയളവിൽ ഒപ്പുവെച്ച ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾ അംഗീകാരം നൽകണമെന്ന് KSEBിൻ്റെ ആവശ്യം നിരസിച്ചുകൊണ്ട് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ 10/5/2003 പുറപ്പെടുവിച്ചു. അംഗീകാരം മേടിക്കാൻ പോയപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം പൂവച്ചൽ KSEB ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. മല്ലു ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ സസ്പെൻഷനിലായ വ്യവസായ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനെ രക്ഷപ്പെടുത്താൻ സർക്കാർ നീക്കം. ഗോപാലകൃഷ്ണൻ പോലീസിൽ നൽകിയ വ്യാജ പരാതിയെക്കുറിച്ച് ചാർജ് മെമ്മോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. മുസ്ലിം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതും അതിനെതിരെ ഉദ്യോഗസ്ഥ പോലീസിന് നൽകിയ സ്ക്രീൻഷോട്ടും റിപ്പോർട്ടും ചാർജ് മെമ്മോയുടെ ഭാഗമായിട്ടില്ല. സംസ്ഥാനത്തെ ഹിന്ദു IAS ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന്റെ പേരിലാണ് കെ ഗോപാലകൃഷ്ണൻ IASനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പിന്നാലെ തന്നെ ചീഫ് സെക്രട്ടറി ചാർജ് മെമ്മോ നൽകി. എന്നാൽ ഗോപാലകൃഷ്ണനെതിരെയുള്ള ഗുരുതര കണ്ടെത്തലുകളും ആരോപണങ്ങളും ചാർജ് മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. IAS ഉദ്യോഗസ്ഥർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് മാത്രമാണ് കുറ്റാരോപണ മെമ്മോയിൽ പറയുന്നത്. തന്റെ ഫോൺ ഹാക്ക് ചെയ്താണ് 11 ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതെന്ന് ഗോപാലകൃഷ്ണൻ പോലീസിൽ പരാതി നൽകിയെങ്കിലും അത് വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നു. എന്നാൽ സംസ്ഥാനത്തെ ഒരു IAS ഉദ്യോഗസ്ഥൻ വ്യാജ പരാതി നൽകിയത് ചാർജ് മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കൂടാതെ മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പ് സൃഷ്ടിച്ചതിന് പിന്നാലെ ഒരു വനിതാ IAS ഉദ്യോഗസ്ഥ പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പരാതി നൽകിയിരുന്നു. സ്ക്രീൻഷോട്ട് സഹിതമായിരുന്നു പരാതി. ഇതിന്റെ പോലീസ് റിപ്പോർട്ടും ചാർജ് മെമ്മോയുടെ ഭാഗമാക്കിയിട്ടില്ല. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഗുരുതര കുറ്റകൃത്യമല്ലാത്തതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചാൽ ഗോപാലകൃഷ്ണന് രക്ഷപ്പെടാൻ കഴിയും. ഒക്ടോബർ 31 ഗോപാലകൃഷ്ണൻ ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. രാത്രി 9:35 ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാരെ റിമൂവ് ചെയ്തു. എന്നാൽ ഫോൺ ഹാക്ക് ചെയ്തെന്ന വിശദീകരണം ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടവർക്ക് ഗോപാലകൃഷ്ണൻ നൽകിയത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2:28 ഗ്രൂപ്പ് വ്യാജമായി ഉണ്ടാക്കിയതാണെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ അത് അംഗങ്ങളെ അറിയിക്കുകയും പരാതി നൽകുകയും ചെയ്തില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഭാരതസഭയ്ക്ക് ചരിത്ര നിമിഷം. ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാട് ഇന്ന് കർദിനാൾ പദവിയിലേക്ക്. ഇന്ത്യൻ സമയം രാത്രി 8:30 വത്തിക്കാനിൽ നടക്കുന്ന ചടങ്ങുകളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാർ ജോർജ് കൂവക്കാട് ഉൾപ്പെടെ 21 പേരെയാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്നത്. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർ ജോർജ് കൂവക്കാടിനെ മറ്റ് 20 പേർക്കൊപ്പം കർദിനാളായി ഉയർത്തും. വത്തിക്കാനിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ചരിത്ര മുഹൂർത്തത്തിന് കാത്തിരിക്കുകയാണ് കേരളവും. ഇന്ത്യൻ സമയം രാത്രി 8:30 ചടങ്ങുകൾ. മാർപ്പാപ്പ ഇവരെ സ്ഥാനചിഹ്നം അണിയിക്കും. 1.5 മണിക്കൂറാണ് ചടങ്ങുകളുടെ ദൈർഘ്യം.
വൈദികനായിരിക്കെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പുരോഹിതനാണ് ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ മാർ ജോർജ് കൂവക്കാട്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സിറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കാത്തോലിക്ക ബാവ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്ന് പ്രത്യേക കേന്ദ്ര സംഘവും സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വത്തിക്കാനിലെത്തി. നാളെ രാവിലെ 9:30 പഴയ കർദിനാൾമാരും പുതിയതായി സ്ഥാനമേറ്റ കർദിനാൾമാരും മാർപ്പാപ്പയ്ക്കൊപ്പം കുർബാന അർപ്പിക്കും. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് മുഖ്യ വികാരി ജനറൽ അടക്കം 12 പേരുടെ ഔദ്യോഗിക സംഘം വത്തിക്കാനിലുണ്ട്. സീറോ മലങ്കര സഭയിൽ നിന്ന് മാർ ജോസഫ് പാറേക്കാട്ട്, മാർ ആന്റണി പടിയറ, മാർ ജോർജ് ആലഞ്ചേരി, മാർ വർക്കി വിധേയത്തിൽ എന്നിവർക്ക് ശേഷം 5ാമത്തെ കർദിനാളാണ് മാർ ജോർജ് കൂവക്കാട്. സിറോ മലങ്കര സഭയിൽ നിന്നുള്ള ബസേലിയോസ് മാർ ക്ലിമീസും അടക്കം 6 പേരാണ് ഇതുവരെ കർദിനാൾമാരായ മലയാളികൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. യാക്കോബായ സഭാ പരമാധ്യക്ഷൻ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവ 10 ദിവസത്തെ സന്ദർശനത്തിനായി കൊച്ചിയിലെത്തി. അന്തരിച്ച ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക്ക ബാവയുടെ 40ാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിലും എപ്പിസ്കോപ്പൽ സിനഡിലും അദ്ദേഹം പങ്കെടുക്കും. ദുബായിൽ നിന്ന് രാവിലെ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ബാവയെ യാക്കോബായ സഭ മലങ്കര മെത്രാപ്പോലിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസും സഭാ ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. പുത്തൻകുരിശ പാർത്തിയാർക്ക സെന്ററിലെത്തി ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ കബറിടത്തിൽ പ്രാർത്ഥന നടത്തി. ഞായറാഴ്ച രാവിലെ മലയക്കുരിശ് ദയറയിൽ കുർബാനയർപ്പിക്കും. ഉച്ചയ്ക്ക് 3:30 പുത്തൻകുരിശ പാർത്തിയാർക്ക സെന്ററിൽ യാക്കോബായ സഭ എപ്പിസ്കോപ്പൽ സിനഡിൽ പങ്കെടുക്കും. 9 രാവിലെ പുത്തൻകുരിശ് പാർത്തിയാർക്ക കത്തീഡ്രലിൽ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാവയുടെ 40ാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന കുർബാനയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലും നേർച്ചസദ്യയിലും പങ്കെടുക്കും. 10 മഞ്ഞനിക്കരയിലേക്ക് പോകും. 17 രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് പാർത്തിയാർക്കിസ് ബാവ മടങ്ങും. പുതിയ കാത്തോലിക്ക ബാവയുടെ പ്രഖ്യാപനം സംബന്ധിച്ച കാര്യങ്ങൾ സിനഡിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചർച്ചയുടെ പ്രതീക്ഷ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പാർത്തിയാർക്കിസ് ബാവ എത്തുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾക്ക് ഈ കാലയളവിൽ തുടക്കമിടുമെന്ന പ്രതീക്ഷയുമുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിജോയ് വിഭാഗീയ പ്രവർത്തനം നടത്തുന്നു. ആ തരത്തിലുള്ള ആരോപണങ്ങളാണ്. മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ സെക്രട്ടറി ആയതിനു ശേഷം ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ പാർട്ടിയിൽ കാണൂലെന്ന് വിരട്ടുകയാണ്. എന്റെ സ്വഭാവം അനുസരിച്ച് ഷാർപ്പായി തന്നെ പറയും. മധു മുലശ്ശേരിയുടെ ഒരു പ്രസ്താവനയാണ്, ഞാൻ നല്ല ഒന്നാന്തരം നായരാണ്. ഒരു വർഗീയത മനസ്സിനുള്ളിൽ സൂക്ഷിച്ച ആളാണെന്നുള്ളത്. തോറ്റപ്പോൾ ചിരിച്ച സ്ഥാനാർത്ഥിയാണ് വിജോയ്. ചിലപ്പോൾ കാറി കിടന്നുറങ്ങിയിട്ടുണ്ട്, ചിലപ്പോൾ 2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ റിസ്ക് എടുത്തതാണ്. അല്ലാതെ ഇയാൾ പറയുന്നത് പോലെ, ഇയാൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാതിരുന്നത് പോലെയല്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരുന്നത് പോലെയല്ല, നാട്ടുകാരൻ്റെ കാശ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവച്ചതുപോലെയല്ല. വാർത്തകളിലേക്ക്. ഇന്ത്യ സഖ്യത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറെന്ന മമതാ ബാനർജിയുടെ പ്രസ്താവനയോടെ സഖ്യത്തിലെ ഭിന്നത കൂടുതൽ മറനീക്കി പുറത്ത്. മമതയ്ക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നു. എന്നാൽ പരാമർശത്തോട് അകലം പാലിക്കുകയാണ് കോൺഗ്രസ്. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനേറ്റ തിരിച്ചടിയോടെയാണ് ഇന്ത്യ സഖ്യത്തിൽ അതൃപ്തി പരസ്യമായത്. പാർലമെന്റിലെ പ്രതിഷേധത്തിലടക്കം കോൺഗ്രസുമായി അകലം പാലിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയാണ് സഖ്യത്തെ ഇനി ആര് നയിക്കുമെന്ന പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. ന്യൂസ് 18 ബംഗ്ലയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മമതയുടെ നിലപാട് പ്രഖ്യാപനം. സഖ്യത്തെ നയിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ തയ്യാറാണ്. ഇന്ത്യ സഖ്യം രൂപീകരിച്ചത് താനാണെന്നും മമത ആവർത്തിച്ചു. আমি তো একটা ইন্ডিয়া অ্যালায়েন্স তৈরি করে দিয়েছিলাম, তো আমি কি করব? আই এম নট লিডিং দ্যাট ফ্রন্ট. যারা লিডার তাদের এটা দেখা উচিত যে সকলকে ইউনিটি নিয়ে করে ইউনাইটেড করে করার, তারা করুক, এটা আমার আবেদন থাকবো। আমার সাথে অল রিজিওনাল পার্টিজ আর ন্যাশনাল পার্টিজ আই মেইনটেইন দ্য বেস্ট অফ রিলেশন. മമതാ ബാനർജിയുടെ നിർദ്ദേശം ഇന്ത്യ സഖ്യം ചർച്ച ചെയ്യണമെന്നും അത് സഖ്യത്തെ ശക്തിപ്പെടുത്തുമെന്നുമാണ് സമാജ്വാദി പാർട്ടിയുടെ നിലപാട്. സഖ്യത്തിലെ വലിയ പാർട്ടികൾ ഇടതു പാർട്ടികളെ ഉൾക്കൊള്ളുന്നില്ലെന്ന പരാതിയുള്ള CPI കോൺഗ്രസ് ആത്മപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി. If I have to
talk on behalf of my party, CPI, and left parties. The left was not properly accommodated in seat sharing. I made it clear. Now, things are different. The India bloc parties must have mutual trust in each other, must be accommodative to each other. In this regard, Congress party has a special responsibility. എന്നാൽ മമതയുടെ പരാമർശത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ബംഗാളിന് പുറത്തേക്ക് പാർട്ടിയെ വ്യാപിപ്പിക്കാൻ കഴിയാത്ത മമതാ ബാനർജിക്ക് ദേശീയ തലത്തിൽ എങ്ങനെ സഖ്യത്തെ നയിക്കാനാകുമെന്നായിരുന്നു മുൻ MP ഉദിത് രാജിന്റെ പ്രതികരണം. जब टीएमसी की जीत हुई, टीएमसी ने पूरे देश में अपना नेटवर्क तैयार करना शुरू किया. हरियाणा में भी, उत्तर प्रदेश में, बंगाल और वहाँ गोवा में भी हर जगह हाथ पांव मारा. टीएमसी कहाँ तक सफल हुई इसी से समझ सकते हैं. जो अपनी पार्टी बंगाल के बाहर नहीं ले जा सकी, वो देश तक स्तर पर क्या लड़ेंगे, क्या नेतृत्व करेंगे. അദാനി വിഷയത്തിൽ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് തൃണമൂലിന് പുറമെ സമാജ്വാദി പാർട്ടിയും വിട്ടുനിന്നതോടെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ ഇന്ത്യ സഖ്യത്തിലെ വിള്ളൽ പ്രകടമായിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. കടുത്ത പോലീസ് നടപടിയെ തുടർന്ന് ഇന്നലെ നിർത്തിവെച്ച ഡൽഹി ചലോ മാർച്ച് വീണ്ടും നടത്താൻ തീരുമാനിച്ച് കർഷക സംഘടനകൾ. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്നും നാളെ ഡൽഹിക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലാണ് കർഷക പ്രതിഷേധം പുനരാരംഭിച്ചത്. പ്രതീകാത്മകമായി 101 കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് നാളെ നടത്താനാണ് തീരുമാനം. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നാളെ മാർച്ച് നടത്തുമെന്ന് കർഷക സമര നേതാവ് സർവൻ സിംഗ് പാന്തർ പറഞ്ഞു. കർഷകരുടെ ആവശ്യം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായേക്കുമെന്നും സൂചനയുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരോ BJP നേതാക്കളോ അത്തരത്തിൽ അനുകൂല പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ കർഷകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അരാജകത്വം എന്ന് വിളിക്കുകയും ചെയ്തു. കടുത്ത പോലീസ് നടപടിയെയും അക്രമത്തെയും തുടർന്നാണ് മാർച്ച് ഇന്നലെ നിർത്തിവെച്ചത്. നിരവധി കർഷകർക്ക് പരിക്കേറ്റിരുന്നു. മാർച്ച് നടത്താൻ തീരുമാനിച്ചതിനെ തുടർന്ന് ശംഭു അതിർത്തിയിലേക്ക് കൂടുതൽ കർഷകർ എത്തിത്തുടങ്ങി. മാർച്ച് തടയാൻ ഹരിയാന സർക്കാരും കൂടുതൽ സന്നാഹങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇരുമ്പ്, കോൺക്രീറ്റ് ബാരിക്കേഡുകൾ മുതൽ മുള്ളുകമ്പിയും തറയിൽ ആണിനിരത്തിയുള്ള തടയണ വരെ പല തട്ടുകളായി റോഡിൽ നിരത്തിയിരിക്കുകയാണ്. പ്രദേശത്ത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശംഭുവിൽ സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സിറിയയിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ സിറിയയിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. സിറിയയിലേക്കുള്ള യാത്ര ഇന്ത്യൻ പൗരന്മാർ ഒഴിവാക്കണം. നിലവിൽ സിറിയയിലുള്ള ഇന്ത്യക്കാർ ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി അടിയന്തരമായി ബന്ധപ്പെടണം. ഇതിനായി ഹെൽപ്പ് ലൈനും വാട്സാപ്പ് നമ്പരും വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. നിലവിൽ സിറിയയിലുള്ള ഇന്ത്യക്കാർ എത്രയും വേഗം ആ രാജ്യത്തു നിന്ന് മാറാൻ ശ്രമിക്കണം. വിമാന ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ളവർ മറ്റു രാജ്യങ്ങളിലേക്ക് മാറണം. അതിനു കഴിയാത്തവർ കഴിയുന്നതും യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മിക്ക രാജ്യങ്ങളും അവരുടെ പൗരന്മാരോട് സിറിയ വിടാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇസ്ലാമിസ്റ്റ് തീവ്രവാദ ഗ്രൂപ്പായ ഹയാത്ത് തഹ്രീർ അൽ ഷമാം സിറിയയിലെ പ്രധാന നഗരങ്ങൾ പിടിച്ചെടുക്കുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ പൗരന്മാർക്കുള്ള നിർദ്ദേശം. സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലപ്പോ അടക്കം പല നഗരങ്ങളും ഇപ്പോൾ വിമതസേനയുടെ നിയന്ത്രണത്തിലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മരണത്തിൽ ദുരൂഹത. തിരുവനന്തപുരം പാലോട് ഭർത്തൃവീട്ടിൽ നവവധു ആത്മഹത്യ ചെയ്ത സംഭവം കൊലപാതകമെന്ന് കുടുംബം. പെൺകുട്ടിയുടെ അച്ഛൻ പാലോട് പോലീസിൽ പരാതി നൽകി. ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ ശരീരത്തിലെ പാടുകൾ മർദ്ദനമേറ്റത് മൂലമെന്നാണ് സൂചന.
കഴിഞ്ഞ ദിവസമാണ് കൊളച്ചൽ കൊന്നമൂട് സ്വദേശിനിയായ ഇന്ദുജയെ പാലോട്ടെ ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 മാസം മുമ്പാണ് സ്വകാര്യ ലാബിലെ ജീവനക്കാരിയായ ഇന്ദുജയും അഭിജിത്തും പ്രണയവിവാഹിതരായത്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് പരാതിയുമായി ഇന്ദുജയുടെ കുടുംബം രംഗത്തെത്തിയത്. സംഭവിച്ച എൻ്റെ മോളെ ഈ കക്ഷി അഭിജിത്ത് എന്ന് പറഞ്ഞ കക്ഷി എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് 4 മാസമായി. 4 മാസമായിട്ട് മോള് വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് അവളെ ദേഹത്ത് മൊത്തം മുറിവും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ അഭിജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ മോളെ ഭർത്താവ് അവളെ ഉപദ്രവിച്ച് കെട്ടിത്തൂക്കി കൊന്നു. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ഇൻക്വസ്റ്റിൽ മുറിവേറ്റ പാടുകൾ ശരീരത്തിൽ കണ്ടെത്തിയതായാണ് സൂചന. ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് ഒരു തീരുമാനത്തിലെത്തും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാലേ അതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം പറയാം. വീട്ടിലെ കിടപ്പുമുറിയിലെ ജനാലയിൽ കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടതെന്നാണ് അഭിജിത്ത് പോലീസ് നൽകിയ മൊഴി. വിശദമായ അന്വേഷണം വേണമെന്നാണ് പോലീസ് നിലപാട്. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറം വളാഞ്ചേരിയിൽ ഡ്രൈവർക്ക് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച അപകടം. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഹൃദയാഘാതത്തെ തുടർന്ന് ഡ്രൈവർ പൊന്നാനി അയങ്കലം സ്വദേശി മുജീബ് റഹ്മാൻ മരിച്ചു. പരിക്കേറ്റ തൊഴിലാളികൾ ചികിത്സയിലാണ്. വളാഞ്ചേരി വട്ടപ്പാറയിലെ ക്വാറിയിൽ ശനിയാഴ്ച 2 മണിയോടെയാണ് സംഭവം. ലോറി ഇറങ്ങുന്നതിനിടെ ഡ്രൈവർക്ക് ഹൃദയാഘാതമുണ്ടാവുകയായിരുന്നു. ഇതോടെ വാഹനം നിയന്ത്രണം വിട്ട് ക്വാറിയിൽ ജോലി ചെയ്യുകയായിരുന്ന 3 തൊഴിലാളികൾക്ക് നേരെ പാഞ്ഞെടുത്തു. അപകടത്തിൽ പരിക്കേറ്റ 2 പേരെ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരമായതിനെ തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ലോറി ഡ്രൈവർ പൊന്നാനി സ്വദേശി അയങ്കലം സ്വദേശി മുജീബ് റഹ്മാൻ മരിച്ചു. ന്യൂസ് 18 മലപ്പുറം. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സന്നിധാനത്ത് ദീപാരാധനയാണ്. തത്സമയത്തിലേക്ക്.
ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം. സകലമാന കേരളം. സുവി വിശ്വനാഥനെത്തും. നമസ്കാരം.